ഹലോ ഗൈസ്, നിങ്ങൾ പതിവായി നാട്ടിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ വഴി ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ പതിവ് ഹൈവേ റൂട്ടൊക്കെ മാറ്റി കാടും മലയും ഗ്രാമങ്ങളും ടിബറ്റൻ സെറ്റിൽമെന്റ് ഒക്കെ കണ്ട് യാത്ര പോയാൽ എങ്ങനെയുണ്ടാവും? ഇന്ന് അങ്ങനെ ഒരു റൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പാലക്കാട് സൈഡിൽ നിന്നും വരുമ്പോൾ കോയമ്പത്തൂർ സേലം ഹൈവേയിൽ ഒരു ഡീവിയേഷൻ എടുത്ത് അന്നൂർ, ഭവാനിസാഗർ, ബന്നാരി, തിമ്പം, ഗാർമല, ദോണ്ടേലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്, കൊല്ലേകാല, മലവള്ളി, കനക്പുര വഴി ബാംഗ്ലൂർ എത്തിച്ചേരാം. ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് സത്യമംഗലം ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര തന്നെയാണ്. അതുകൂടാതെ ഭവാനിസാഗർ ഡാം, ബന്നാരിയമ്മൻ കോവിൽ, 27 ഹെയർ പിൻ ബെൻഡുകളുള്ള ദിമ്പം ചുരം, തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ചെറിയ ചെറിയ ഉൾനാടൻ ഗ്രാമങ്ങൾ, പിന്നെ ഒടുവിൽ ദൊണ്ടലിംഗ് എന്ന ടിബറ്റൻ സെറ്റിൽമെന്റ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂർ എത്തിച്ചേരാം. പാലക്കാട് നിന്നും ഈ റൂട്ടിൽ ബാംഗ്ലൂർക്ക് ഏകദേശം 373 കിലോമീറ്റർ ആണുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഈ റൂട്ട് കടന്നു പോകുന്നത് ഒരു ടൈഗർ റിസർവിലൂടെയാണ്. അതുകൊണ്ട് വൈകിട്ട് 6 ശേഷം ഈ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ഇതുപോലെ വ്യത്യസ്തമായ റൂട്ടുകൾ